വഹയി പ്രകാരമാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ പറയുന്നത്, ഞാൻ ഇരിക്കുന്നത്, ഞാൻ കിടക്കുന്നത്, ഞാൻ തുപ്പുന്നത്, ഞാൻ പല്ല് തേക്കുന്നത്, എല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എന്റെ ജീവിതം സ്ഥലത്തെത്തിയപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തലയൊന്ന് കുനിച്ചു നടക്കുകയാണ്. സഹാബിച്ച് എന്താ നിനക്ക് പറ്റിയത്, എന്തിനാ നീ അവിടെ തല കുനിച്ചത്? ഇന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികളെ, എന്റെ മുത്ത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ തല താഴ്ത്തിയിട്ട് നടക്കും ഞാൻ കണ്ടിട്ടുണ്ട്. അന്നൊരു മരമുണ്ടായിരുന്നു, ഇന്ന് ആ മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നാലും ഞാൻ റസൂലുള്ളാഹിനെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റുകയാണ്. സഹോദരന്മാരെ, ഉംറക്ക് പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ സിയാറത്ത് ചെയ്യാം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. എല്ലാ ഹാജിമാരെയും കൊണ്ടുപോകൽ പ്രയാസമായതുകൊണ്ട് ആലിമീകളെ, പണ്ഡിതന്മാരായ സുഹൃത്തുക്കളെയൊക്കെ ആ പരിശുദ്ധമായ മഖ്ബറിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അല്ലാഹു തആല പോയി സന്ദർശിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളങ്കയിൽ മന്ത്രിച്ച നൂല് കെട്ടിയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നൂല് മന്ത്രിച്ചുകൊണ്ട് ആ മന്ത്രിച്ച നൂല് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കെട്ടിയത് ഞാൻ കണ്ടിട്ടുണ്ട്. തന്നെയുമല്ല, മഹാനവരകൾ കുട്ടികൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ നൂല് മന്ത്രിച്ച് കെട്ടിക്കൊടുക്കും. ഞാനിത് പറയാൻ കാരണം കെട്ടുകളിൽ ഊതുന്നവരുടെ ഷദ്ദിനെ തൊട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മന്ത്രത്തെ കുറിച്ചും അല്ലാതെ പറഞ്ഞത് മറ്റുള്ളവർക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി മന്ത്രിക്കുക. അതിന് ചില മന്ത്രങ്ങളുണ്ട്. സഹോദരന്മാരെ, ഉമ്മമാരെ, നമ്മെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്താൽ അവർക്ക് പ്രതികാരം തീർക്കാൻ വേണ്ടി, അവർ നശിച്ചു കാണാൻ വേണ്ടി ചില ആളുകൾ വളരെ മോശമായ രൂപത്തിൽ ചില ക്രിയകൾ ചെയ്യാറുണ്ട്. ഇതിനാണ് സിഹിർ എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ശമിക്കാൻ വേണ്ടി, അത് മാറാൻ വേണ്ടി നമുക്ക് മന്ത്രിക്കാം, ചികിത്സിക്കാം, അസ്മാകൾ നടത്താം, എല്ലാം ചെയ്യാം. പക്ഷേ എന്തായാലും എന്നെ ദ്രോഹിച്ചല്ല, തിരിച്ചത് അവനിലേക്ക് തന്നെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരാളോട് ചെയ്യാൻ വേണ്ടി, ഉപദ്രവിക്കാൻ വേണ്ടി പറയുന്നതും അത് ചെയ്യുന്നതും കടുത്ത പാപമാണ്, വൻ കുറ്റങ്ങളിൽപ്പെട്ടതാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹറാമായ പ്രവർത്തനമാണ്. അത്തരം കാര്യങ്ങളിൽ നമ്മൾ എല്ലാവരും വിട്ടുനിൽക്കണം. നമ്മളെ വേദനിപ്പിച്ചെങ്കിൽ നമുക്ക് സഹിക്കുക, അതിനുവേണ്ടി നമ്മൾ ചികിത്സ തേടുക, അതിനുവേണ്ടിയുള്ള അതിൽ നിന്ന് മുക്തമാകാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. പക്ഷെ തിരിച്ച് അവർക്കും ആ വിഷമം ഉണ്ടാകണം, പ്രയാസം ഉണ്ടാകണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകാനേ പാടില്ല. അപ്പൊ അതാ പറഞ്ഞത്, മറ്റുള്ളവരുടെ ശരീരത്തിനോ മനസ്സിനോ വിഷമമുണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണെങ്കിൽ അത് ഹറാമാണ്. അതല്ലെങ്കിലോ ഇസ്ലാഹിൽ അർവാഹി വൽ അബ്ദാനി വജബ അല്ലാ യകൂന ഹറാമാ. മനസ്സിനോ ശരീരത്തിനോ സുഖം ലഭിക്കാൻ വേണ്ടി, അസുഖം മാറാൻ വേണ്ടി, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണോ നൂലിൽ മന്ത്രിക്കുന്നത്? ഹറാമാ, അത് ഹറാമാകാതിരിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അനുവദനീയമാണ്. അപ്പോൾ അതിന്റെ ചെറിയ അർത്ഥം പറഞ്ഞാൽ സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്ന് റബ്ബേ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഏറ്റവും കൂടുതൽ സിഹർ അധികരിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അല്ലാഹു തആല നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സ്ഥാപനങ്ങളെയും നമ്മുടെ വാഹനങ്ങളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സാഹിര്യങ്ങളുടെ സിഹറിനെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.
വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, ഏറ്റവും വലിയ ഒരു എന്താ പറയാ രോഗമാണ്, മനസ്സിന്റെ രോഗമാണ് അസൂയ എന്ന് പറഞ്ഞത്. അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരായത്തെ അല്ലാഹു തആല മാറ്റിവെച്ചുവെങ്കിൽ അതിന്റെ ഗൗരവം എത്രമാത്രം വലുതാണ്. എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ? ഒരാളുടെ നിഅമത്ത് നീങ്ങിക്കാണണമെന്ന് ആഗ്രഹിക്കുക, നീങ്ങിക്കാണണമെന്ന് ആഗ്രഹിക്കുക. ഉദാഹരണം, ചിലപ്പോഴൊക്കെ നമ്മൾ തമാശ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ഗൗരവമില്ലാത്ത രൂപത്തിൽ പറയാറുണ്ട്. എന്ത്, ഒരാളൊരു വാഹനത്തിൽ പോവാണ്, അല്ലെങ്കിൽ വാഹനം ഒരു നല്ലൊരു വീട് വെച്ച്, ഓ കണ്ടില്ല അവന്റെ വീട്, കണ്ടില്ല അവന്റെ വണ്ടി, ഞങ്ങളൊക്കെ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാ, അപ്പൊ അവന്റെ പോക്ക് കണ്ടില്ലേ. നമ്മൾ ഒരു പക്ഷേ ഒരുമിച്ച് ചെറുപ്രായത്തിലൊക്കെ ഒരുമിച്ച് കളിച്ചവരാകാം. അവന് അല്ലാഹു തആല നിഅമത്ത് കൊടുത്തു, അവന് നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്നു, അവൻ വലിയ വീട്ടിൽ താമസിക്കുന്നു, അവനിപ്പോ അല്ലാഹു തആല നല്ല നിഅമത്ത് കൊടുത്ത നല്ല സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിൽ നാം സന്തോഷിക്കുകയാണ് വേണ്ടത്. ആ നിഅമത്തിന് നമ്മൾ സന്തോഷിക്കുക. അല്ലാഹു അവനക്ക് നിഅമത്ത് കൊടുത്തിട്ട് അൽഹംദുലില്ലാഹ് സന്തോഷ വേണ്ടത്. ഇതങ്ങനെയല്ല. അവന് നിഅമത്ത് വരുമ്പോഴേക്കും അതിനേക്കാൾ എന്റെ വീട് മികച്ചു നിൽക്കണം, അതിനേക്കാൾ എന്റെ വാഹനം മികച്ചു നിൽക്കണം, അവൻ തരം താഴണം, അവന്റെ നിഅമത്തെല്ലാം നഷ്ടപ്പെടണം. ആ നഷ്ടപ്പെട്ട കാര്യത്തിൽ നമ്മൾ സന്തോഷിക്കുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചിലപ്പോഴൊക്കെ നമ്മുമായി ബന്ധപ്പെട്ട് ജീവിച്ച ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ അസ്വാരസ്യങ്ങളുണ്ടായി, തർക്കങ്ങളുണ്ടായി, അയാൾക്ക് എന്തെങ്കിലും ഒരു കടബാധ്യതയോ അല്ലെങ്കിൽ വല്ല അസുഖങ്ങളോ പ്രശ്നങ്ങളോ കേൾക്കുന്ന സമയത്ത് നമ്മൾ പറയാണ് അനുഭവിക്കട്ടെ അവൻ. ഹറാമ് ഭക്ഷിക്കുന്നവന്റെ ദുആക്ക് ഇജാബത്തില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമ് അഥവാ ഹഖല്ലാത്തൊരു മുതൽ ഭക്ഷിക്കുന്നവന്റെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവില്ല എന്ന്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയേണ്ടി വരില്ല. ഇരിക്കുന്നവരൊക്കെ നല്ല രൂപത്തിൽ ഹക്കും ബാത്തിലൊക്കെ മനസ്സിലാക്കി വേർതിരിച്ച് കൈകാര്യം ചെയ്യുന്നവർ തന്നെയാണ്. അല്ലാഹു തആല ആ രൂപത്തിൽ നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. പക്ഷേ ലോട്ടറി പോലെയുള്ള ചില കാര്യങ്ങളുമായി ചിലപ്പോഴൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട ചില ആളുകളൊക്കെ ബന്ധപ്പെടാറുണ്ട്. അതത്ര ഗൗരവം കണക്കാക്കാറില്ല. സഹോദരന്മാരെ, ആ രൂപത്തിലുള്ള അള്ളാഹു ഇഷ്ടപ്പെടാത്ത, പൊരുത്തപ്പെടാത്ത ഒരു ചില്ലിക്കാശ്, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു സമ്പത്ത് നമ്മുടെ വരുമാനത്തിലോ നമ്മുടെ ഭക്ഷണത്തിലോ ഉണ്ടാകാൻ പാടില്ല. ഒരു ബക്കറ്റ് വരുന്നുണ്ട്, നിങ്ങൾ പരമാവധി എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം. അല്ലാഹു തആല എല്ലാവർക്കും നല്ല നിഅമത്ത് ഏറ്റി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, എല്ലാ ക്ലാസ്സിലും നിങ്ങൾ എല്ലാവരും സദഖ ചെയ്യാറുണ്ട്. നിങ്ങളുടെ സദഖ കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം റാഹത്തായി മുന്നോട്ട് പോകുന്നതും. എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അപ്പൊ ഹറാം ഭക്ഷിക്കുന്നവന്റെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകുന്നില്ല. രണ്ടാമത് പറയാം, മുക്സിറുൽ ഗീബ, ഗീബത്ത് അധികരിപ്പിക്കുന്നവന്റെ ദുആക്ക് അല്ലാഹു തആല ഒരിക്കലും ഇജാബത്ത് നൽകില്ല. ഗീബത്ത് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമില്ലാത്ത കാര്യം എന്നെ കുറിച്ച് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുക. തന്റെ സഹോദരന് ഇഷ്ടമില്ലാത്ത കാര്യം മറ്റുള്ളവരോട് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞു. ഗീബത്ത് പറയുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദ്യം ചോദിക്കാൻ, നബിയെ, ഈ പറയപ്പെട്ട സംഗതി ഉള്ളത് തന്നെയാണെങ്കിലോ? ഉള്ളത് തന്നെ പറയണത്. ചിലപ്പോഴൊക്കെ ചിലരിങ്ങനെ പറയും, ഞാൻ കുറ്റം പറയല്ലാട്ടോ, ഉള്ളത് പറയാണ്. കുറ്റം പറയല്ലാട്ടോ, ഉള്ളത് പറയാം. ഉള്ളത് പറയൽ തന്നെയാണ് കുറ്റം പറയല്. ഉള്ളത് പറയൽ തന്നെയാണ് കുറ്റം പറയല്. അപ്പൊ ഉള്ള കാര്യം തന്നെ, സത്യമായ കാര്യം തന്നെയാണ്. പക്ഷേ ആ സുഹൃത്തിനോട്, ആ സഹോദരിയോട് ഇപ്പറയുന്നത് എന്റെ സുഹൃത്തിന് ഇഷ്ടമില്ലാത്ത കാര്യവുമില്ലാതെ പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഗീബത്ത് അധികരിപ്പിക്കുന്നവന്റെ ദുആക്ക് ഇജാബത്തില്ല. വമൻ കാന ഫീ ഖൽബിഹി ഗില്ലുൻ ഔ ഹസദുൻ ലിൽ മുസ്ലിമീൻ, അവരോട് ഇങ്ങനെ രണ്ട് വിചാരവും
ഈ രണ്ട് മനസ്സുമുള്ള ഖൽബിന്റെ ഉടമയുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നമ്മൾ മലയാളത്തിൽ പറഞ്ഞ കുരുറ്റു എന്ന് പറയില്ലേ, മനസ്സിന്റെ ഉള്ളിൽ കുരുറ്റു വെക്കുക. ഒരു വെറുപ്പ് മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവുക ഓരോരുത്തരോട്. ഈ വെറുപ്പുണ്ടാവലെപ്പോഴാണ്? വെറുപ്പുണ്ടാവപ്പോഴാ നമ്മെ കുറിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്ത കേൾക്കുമ്പോഴല്ലേ വെറുപ്പുണ്ടാവുള്ളൂ. ഇപ്പൊ എന്നെ കുറിച്ച് പറയാണ് നിസാമി ഉസ്താദ് നല്ല ഉസ്താദാണ് കേട്ടോ, ഇത് എന്നെ കുറിച്ച് പറയാണ്, അത് കേൾക്കുമ്പോ എനിക്ക് വെറുപ്പുണ്ടാവോ? ഉണ്ടാവോ? ഇല്ല. കാരണം എന്നെ കുറിച്ച് പുകഴ്ത്തി പറയില്ലേ. ആ സമയത്ത് ആ നിസാമി ഉസ്താദ് ശരിയല്ല എന്നെ കുറിച്ച് ഒരാള് മറ്റൊരാൾ പറഞ്ഞ് ഞാൻ കേൾക്കുകയാണ്. ആ സമയത്തല്ലേ മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പുണ്ടാകണത് അല്ലേ? എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിന്റെ ഈമാനിന് പിഴവുണ്ട്, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളോട്, സത്യവിശ്വാസികളോട് ഒരു നിലക്കും വെറുപ്പുണ്ടാകരുത്. ഞാന് ഈ അടുത്ത് ഞാൻ എരുമപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ചു കാലം ഖത്തീബായിട്ട് സേവനം ചെയ്തു. അപ്പൊ എന്നെ കുറിച്ച് വളരെ മോശമായിട്ടൊരു സുഹൃത്ത്, അത് ഒരു ചെറിയൊരു സംഘടനാപരമായ വിഷയത്തിലാണ്, എന്നോട് വളരെ മോശമായ രൂപത്തിൽ മറ്റു പലരോടും പല കാര്യങ്ങളും പറഞ്ഞു നടന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളെ ഞാൻ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് വരവൂര് മക്കാം മസ്താനുപ്പാപ്പയുടെ മക്കാം ഷരീഫിൽ വെച്ചുകൊണ്ട് മക്ബറക്ക് സമീപത്ത് വെച്ചുകൊണ്ട് ഞാൻ കണ്ടു. എന്റെ നാട്ടിലാണല്ലോ. ഞാൻ കണ്ടപ്പോ ചെന്നിട്ട് അസ്സലാമു അലൈക്കും, എന്താ വിശേഷങ്ങള് എന്ന് ചോദിച്ച് ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ അയാൾ എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് കരയാൻ തുടങ്ങി. എന്താ പ്രശ്നം, എന്തെങ്കിലും സങ്കടപ്പെടുന്ന കാരണം? അതെ, നിങ്ങളെ കുറിച്ച് ഞാൻ എന്തെല്ലാം പറഞ്ഞതാണ്, ഒരുപാട് ഞാൻ വേണ്ടാത്തത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ ചിന്തിക്കുമ്പോൾ എനിക്ക് വേദന തോന്നുന്നുണ്ട്. എന്നാലേ ഇങ്ങനെയൊക്കെ ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്നെ കണ്ടപ്പോ സലാം പറഞ്ഞ് കൈ തന്ന് വിശേഷങ്ങൾ ചോദിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം പങ്കിടാണ്ടായി. ഞാൻ പറഞ്ഞെന്താണെങ്കിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപക്കത്ത് നാമുമായി ബന്ധപ്പെട്ട പലരും ഒരുപക്ഷെ നമ്മെ കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്നവരുണ്ടാവാം, നമ്മെ ആക്ഷേപിക്കുന്നവരുണ്ടാവാം, നമ്മെ തെറി പറഞ്ഞവരുണ്ടാവാം, നമ്മെ എതിർക്കുന്നവരുണ്ടാവാം. മുഅ്മിനീങ്ങളാണെങ്കിൽ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മോനെ അനസേ, ഇൻ ഖദറത അലൈക അൻ തുസ്ബിഹ വതുംസിയ വലൈസ ഫീ ഖൽബിക ഗുശ്ശുൽ അഹദിൻ ഫഫഅൽ. മോനെ അനസേ, ഇൻ ഖദറത അലൈക, നിനക്ക് കഴിവായ, നിനക്ക് സാധിക്കുമെങ്കിൽ, അൻ തുസ്ബിഹ വതുംസിയ വലൈസ ഫീ ഖൽബിക ഗുശ്ശുൽ അഹദ്, ഒരാളോടും മനസ്സിന്റെ ഉള്ളിൽ ഒരിക്കലും വൈരാഗ്യമില്ലാതെ, വെറുപ്പില്ലാതെ, വിരോധമില്ലാതെ നിനക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ ഫഫഅൽ, നീ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് കൂടെ 10 വർഷത്തോളം ഖാദിമായി സേവനം ചെയ്ത സഹാബിയാണ്. ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ എടുത്ത് ഉദ്ധരിച്ചതാണ്. നബി തങ്ങൾ എന്നോട് പറഞ്ഞ ഉപദേശങ്ങൾ, പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത്, അനസേ മോനെ, നിന്റെ കൽബിൽ സത്യവിശ്വാസികളായ ഒറ്റക്കുട്ടിയോടും മനസ്സിന്റെ ഉള്ളിൽ പക പാടില്ല കേട്ടോ, വൈരാഗ്യം പാടില്ല കേട്ടോ. അല്ലാഹു തആല പകയും വൈരാഗ്യവും ഇല്ലാത്ത മനസ്സിന്റെ ഉടമകളായി അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. വളരെ ഗൗരവമുള്ള വിഷയമാണ്. തന്നെയുമല്ല, അങ്ങനെ പകവെക്കുന്നവൻ, വൈരാഗ്യം വെച്ച് പുലർത്തുന്നവൻ, അസൂയ വെച്ച് പുലർത്തുന്നവൻ എത്ര ദുആ ചെയ്തിട്ടും ഒരു കാര്യമില്ല. കഅബത്തിന്റെ കില്ല പിടിച്ചിട്ടും കാര്യമില്ല, തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്തിട്ടും കാര്യമില്ല, ദുആ മജ്ലിസിൽ പങ്കെടുത്തിട്ടും കാര്യമില്ല, ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ടും കാര്യമില്ല. അല്ലാഹു ദുആ സ്വീകരിക്കില്ല. കാരണം പറഞ്ഞതാരാ? നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കണം ഉമ്മമാര്, വളരെ ശ്രദ്ധിക്കണം സഹോദരിമാർ. നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ആ പറഞ്ഞത് നാം പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വിശാലതയുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അങ്ങനെ പൊരുത്തപ്പെട്ട് കൊടുക്കുമ്പോൾ എത്ര പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നതെന്നറിയോ? ഒരാള് നമ്മെക്കുറിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ടാകും, നമ്മോട് വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടാകും, നമ്മളോട് മിണ്ടാതെ നിൽക്കുന്നുണ്ടാകും. നിന്നോട് മിണ്ടാതെ നിൽക്കുന്നവരോട് തിരിച്ചു പോയി മിണ്ടുക. അവിടെയാണ് നമ്മുടെ ഈമാൻ. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് പറഞ്ഞല്ലോ, അസ്ലിഹും ഇന്നലി ഖറാബ അസ്ലിഹും വയഖ്തഊനനി. എന്റെ കുടുംബങ്ങൾ, ഞാനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, എന്നെ പരിഗണിക്കാറേ ഇല്ല, എന്നോട് മിണ്ടില്ല, എന്റെ വീട്ടിലേക്ക് വലിയ കടക്കില്ല. പക്ഷെ എന്നാലും ഞാൻ അവരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവാറുണ്ട്.
എന്നോട് മിണ്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി മിണ്ടും. എന്റെ വീട്ടിലേക്ക് വന്നാലും ഞാൻ അവരുടെ വീട്ടിലേക്ക് പോവും. ഈ രൂപത്തിൽ എന്നെ അവഗണിക്കുന്നവരെ തിരിച്ച് ഞാൻ അവഗണിക്കാറില്ല. എന്നോട് മിണ്ടാത്തവരോട് തിരിച്ചു പോയി മിണ്ടാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, മോനെ ഇൻ കുൻത കമാ ഖുൽത, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ, പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ, വല്ലാഹി വല്ലാഹി, അല്ലാഹുവിന്റെ സത്യത്തെ റസൂൽ പറയാ, അല്ലാഹി ലാ യസാലു മഅക മിനല്ലാഹി വഹീർ, മോനെ അല്ലാഹുവിന്റെ സഹായം നിന്നോട് കൂടെയാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ സഹായം നമുക്ക് വേണമല്ലോ. നമ്മെ തെറി പറഞ്ഞോട്ടെ, നമ്മെ ആക്ഷേപിച്ചോട്ടെ, കുറ്റപ്പെടുത്തിക്കോട്ടെ, അവർക്ക് നാം മാപ്പ് കൊടുത്താൽ, അവരോട് തിരിച്ച് പുഞ്ചിരിച്ചാൽ, നമ്മെ ആക്ഷേപിച്ചവരെ, അവഗണിച്ചവരെ നാം പരിഗണിച്ചുകൊണ്ട് അവരോട് ബന്ധം സ്ഥാപിക്കാൻ മുന്നോട്ട് വന്നാൽ അള്ളാഹുവിന്റെ സഹായം നിന്നോടൊപ്പമാണെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അള്ളാഹുവിന്റെ സഹായമല്ലേ നമുക്ക് വേണ്ടത്? അള്ളാഹുവിന്റെ തിരുനോട്ടമല്ലേ നമുക്ക് വേണ്ടത്? അള്ളാഹുവിന്റെ കാണലല്ലേ, ലിഖാഅല്ലേ നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മെ കുറ്റം പറഞ്ഞവരോടും മാപ്പ് കൊടുക്കുക, നമ്മെ ആക്ഷേപിച്ചവരെ തിരിച്ച് ആക്ഷേപിക്കാതിരിക്കുക. അങ്ങനെയാണ് മോനെ അനസേ നീ ജീവിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ സ്വീകരിക്കപ്പെടാത്ത ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇതാണല്ലോ, വമൻ കാന ഫീ ഖൽബിഹി ഗുല്ലുൻ ഔ ഹസദുൽ ലിൽ മുസ്ലിമീൻ, സത്യവിശ്വാസികളോട് മനസ്സിന്റെ ഉള്ളിൽ പകവെച്ച് പുലർത്തുന്നവൻ, മറ്റുള്ളവരോട് മനസ്സിന്റെ ഉള്ളിൽ വൈരാഗ്യം വെച്ച് പുലർത്തുന്നവൻ, അതേപോലെ തന്നെ അസൂയ വെക്കുന്നവൻ, ഇവന്റെ ദുആക്കും ഇജാബത്തില്ല എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, ഉമ്മമാരെ, ഇതിന്റെ ഗൗരവം എത്രമാത്രം വലുതാണ്. അതുകൊണ്ട് തന്നെ ചില കുടുംബങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. എപ്പോഴും സന്തോഷങ്ങൾ മാത്രമായി കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ജ്യേഷ്ഠന്റെ ഭാര്യ അനുജന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തിയേക്കാം, അമ്മായിമ്മ മരുമകളെ കുറ്റപ്പെടുത്തിയേക്കാം, മരുമകൾ അമ്മായിമ്മയെ കുറ്റപ്പെടുത്തിയേക്കാം, അതല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിലുള്ള ബന്ധത്തിലുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം. നീ എന്നെ അങ്ങനെ പറഞ്ഞാളല്ലേ, നീ എന്നെ ഇങ്ങനെ ആക്ഷേപിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞ കാര്യം മനസ്സിലിട്ടുകൊണ്ട് അവരോട് പകയോടുകൂടെ പെരുമാറുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സല്ല. അതുകൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക. നമ്മളെല്ലാവരും കേട്ട ചരിത്രമല്ലേ, അറിയുന്ന സംഭവമല്ലേ. നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു പെണ്ണ്, റസൂലുള്ളാഹിനെ കൂക്കി വിളിക്കുന്ന, ചീത്ത വിളിക്കുന്ന ഒരു പെണ്ണ്, അതിക്കാട്ടങ്ങളെല്ലാം സ്വരൂപിച്ചു വെച്ച് നബി തങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഒരു പെണ്ണ്. ആ പെണ്ണ് സുഖമില്ലാതെ കിടന്നപ്പോ നബി തങ്ങൾ സന്ദർശിക്കാൻ പോവുകയാണ്. എന്താ മോളെ, വല്ല ആവശ്യവുമുണ്ടോ? സഹായവും ആവശ്യമുണ്ടോ? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങൾ കയറി ചെല്ലാണ്. നമ്മൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്, പക്ഷേ അതൊന്ന് ഉൾക്കൊള്ളണം നമ്മൾ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അത് ഉൾക്കൊള്ളണം നമ്മൾ. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതം ധന്യമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ നമ്മുടെ മനസ്സ് പാകപ്പെടണം. നമ്മുടെ മനസ്സിൽ വൈരാഗ്യം, വിദ്വേഷവും ഇല്ലാത്തൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. അതാ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുക്കളുടെ അസൂയൻ റബ്ബേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് അസൂയയിൽ നിന്ന്, അസൂയാലുക്കളുടെ ഷർറിൽ നിന്ന്. അള്ളാഹു തആല മുഴുവൻ ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്. ഈ സൂറത്തിൽ പ്രധാനമായും പറഞ്ഞ ഈ സൂറത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് പറഞ്ഞത് അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കാൻ, ഏകനായ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സൂറത്തുൽ ഇഖ്ലാസിലൂടെ അള്ളാഹുവിന്റെ തൗഹീദ് പഠിപ്പിച്ചുവെങ്കിൽ ആ ഏകനായ അള്ളാഹുവിനെ നിഷ്കളങ്കമായ മനസ്സോടുകൂടെ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാൻ പറ്റുമോ, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റുമോ, ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ള നബി തങ്ങളുടെ എന്റെ ഉമ്മത്തിന് സാധിക്കുമോ എന്നുള്ള ശങ്ക, ഒരു സംശയം നബി തങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ റബ്ബിൽ ഫലഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനിച്ചിട്ട് അത് പാരായണം ചെയ്യാൻ വേണ്ടി നബി തങ്ങളോട് അള്ളാഹു അഭ്യർത്ഥിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ഇതിന്റെ ആശയം മനസ്സിലാക്കി, ഇതിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മളെല്ലാവരും പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ പറയപ്പെട്ട എല്ലാ ശ്രദ്ധകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടുന്നതോടുകൂടെ നമ്മുടെ മനസ്സ് തെളിയാനും ശുദ്ധമായൊരു മനസ്സിന്റെ ഉടമയായി തീരാനും ഈ സൂറത്തുൽ ഫലഖിലൂടെ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ മഹത്തായ ക്ലാസ്സിന് വേണ്ടി സഹകരിച്ചവർ, സഹായിച്ചവർ, എല്ലാവിധ സംവിധാനങ്ങളും പ്രത്യേകിച്ച് ഈ ഹോള് നമുക്ക് വേണ്ടി വിട്ടുതന്നവർ, കഴിഞ്ഞ ക്ലാസ്സിൽ മറ്റേ ഹോളും അല്ലാഹു തആല അവർക്കെല്ലാം ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കുമാറാവട്ടെ. ദുആ അവർക്കെല്ലാവർക്കും നമുക്ക് ദുആ ചെയ്യണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മെ സഹായിച്ചവർ, മഹത്തായ സംരംഭത്തിന് സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. ഇൻഷാ അല്ലാഹ്. وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم وزد وبارك على رسولك سيدنا محمد وعلى آل وأصحاب رسولك سيدنا ومولانا محمد أرحم الرحمن يا راج سيدا يا ملك الجبار يا رحمن സാധുക്കളായ ഞങ്ങളുടെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ. ഈ മഹത്തായ മജ്‌ലിസിലേക്ക് വളരെ പ്രതീക്ഷയോടെ നിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, ഇൽമ പ്രതീക്ഷിച്ചുകൊണ്ട് വന്ന എല്ലാവരുടെയും നടത്തവും ഇരുത്തവും തിരിച്ചുപോക്കുമെല്ലാം നീ കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ റബ്ബേ, നാളെ മീസാനിലെ നന്മയുടെ തുലാസ് തൂകാൻ ഞങ്ങളുടെ കൂട്ടായ്മ നീ കാരണമാക്കണേ റബ്ബേ. പടച്ചവനെ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, പ്രയത്നിച്ചവർ, സഹായിച്ചവർ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ റബ്ബേ, റഹ്മത്തിന്റെ മലായികത്തിന്റെ സാന്നിധ്യമുള്ള മജ്‌ലിസുകളാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ വന്നുപോയ പാപികളാണ്. അല്ലാഹുവിന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് നീ മാപ്പ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ റബ്ബേ, അത് നീ നാളെ മഹ്ശറയിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മഹ്ശറാവൻ സഭയിൽ അതെല്ലാം നീ പരസ്യപ്പെടുത്തി ഞങ്ങളെ നീ വശറാക്കല്ല റഹ്മാനേ. അല്ലാഹുവേ, എല്ലാം നീ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ തേച്ചു മായ്ച്ചു കളയണേ റഹ്മാനേ. പടച്ചവനെ, ഹറാമിലേക്ക് ഞങ്ങൾ ആകർഷിക്കുന്ന സമയത്ത് നിന്നെ പേടിച്ചുകൊണ്ട് റബ്ബേ ഹറാമിൽ നിന്ന് പിന്തിരിയാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് കാവലാകണേ റഹ്മാനേ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിലും ജീവിത മാർഗങ്ങളിലും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ റബ്ബേ, ഒരുപാട് മുറാദുകൾ ഞങ്ങൾക്കുണ്ട്. ഹലാലായ ഖൈറായ എല്ലാ മുറാദുകളും പെട്ടെന്ന് ഞങ്ങൾക്ക് നീ ഹാസിലാക്കി തരണേ റഹ്മാനേ. വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ ഞങ്ങളെ നീ കരകയറ്റണേ റഹ്മാനേ.
ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ റഹ്മാനെ, ഇസ്സത്ത് നൽകണേ റഹ്മാനെ. നിന്റെ ദീനീ ഖിദ്മത്തിലായി ഹിമ്മത്തോടെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ പടച്ചവനെ ശൈഖുനാ കാന്തപുരം ഉസ്താദിന് നീ ഹിമ്മത്തും ആഫിയത്തും പടച്ചവനെ ഇസ്സത്തും നീ ഏറ്റി കൊടുക്കണേ റഹ്മാനെ. സുന്നത്ത് ജത്തിന്റെ മുഴുവൻ ആലിമീങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ ഖിദ്മത്തുകളൊക്കെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ശാരീരികമായ ഒരുപാട് അസുഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ളവരുണ്ട്, നീ ഷാഫിയാണ് അല്ലാഹ്. രോഗം തരുന്നവന് നീയാണ്, ശിഫയാക്കുന്നവനും നീയാണ്. മരുന്നും ചികിത്സയും ഒക്കെ വെറും കാരണങ്ങൾ മാത്രമാണ് റഹ്മാനെ. നിന്റെ ഇറാദത്തില്ലാതെ, നിന്റെ കൽപ്പനയില്ലാതെ, നിന്റെ ഉദ്ദേശമില്ലാതെ ഒരു രോഗവും സുഖമാകില്ല അല്ലാഹ്. മാരകങ്ങളായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ മുക്തി നൽകണേ റഹ്മാനെ. റബ്ബേ ക്യാൻസർ പടർന്ന് പന്തലിച്ച കാലഘട്ടത്തിലാണ്, ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. പടച്ചവനെ ഞാനുമായി ബന്ധപ്പെട്ട ഒരു സഹോദരൻ തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലാണ്. റബ്ബേ നീ സലാമത്ത് നൽകണേ റഹ്മാനെ, നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെട്ട് പലരും ഇതേപോലെയുള്ള രോഗങ്ങളുള്ളവരുണ്ടാവാം, ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. ഡയാലിസിസിന് വിധേയമാക്കല്ല അല്ലാഹ്. ശരീരങ്ങൾ തളർന്നുപോയി, പടച്ചവനെ നടക്കാനും ഇരിക്കാനും ഒന്നും കഴിയാതെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടേണ്ടുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളെ ഒരാൾക്കും നീ ഒരു ഭാരമാക്കല്ല അല്ലാഹ്, ശല്യമാക്കല്ല റഹ്മാനെ, വെറുപ്പാക്കല്ല റബ്ബേ. ജീവിക്കുന്ന കാലമത്രയും അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള മാർഗങ്ങൾ നീ തുറന്നു തരണേ അല്ലാഹ്. പടച്ചവനെ സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരോട് യാചിക്കേണ്ട ഒരവസ്ഥ നീ വരുത്തല്ല റബ്ബേ, നീ വരുത്തല്ല തമ്പുരാനെ. ഞങ്ങളുടെ സന്താന പരമ്പരകൾക്കും നീ നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ദുനിയാവിലും ആഖിറത്തിലും നീ വഷളാക്കല്ല അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ നീ ഐക്യവും സ്നേഹവും സന്തോഷവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ നിസാര കാരണങ്ങളുടെ പേര് തെറ്റിപ്പിരിഞ്ഞ് പരസ്പരം മിണ്ടാതെ ജീവിക്കുന്നവരുണ്ട്, ഞങ്ങളെ നീ അത്തരക്കാരെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ് അല്ലാഹ്. പടച്ചവനെ നല്ല വിശപ്പുണ്ടായിട്ടും അവർ കഴിക്കാതെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരാണ് റഹ്മാനെ. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ റബ്ബേ, ആരോഗ്യം നൽകണേ റഹ്മാനെ. അവരുടെ പൊരുത്തവും സ്നേഹവും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, വല്ലിപ്പമാര്, വല്ലിമ്മമാര്, കുടുംബത്തിൽ പെട്ടവർ, അയൽവാസികൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആരൊക്കെ മരണപ്പെട്ടു പോയ ഖബറിലുണ്ടോ എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും പുന്നാര നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അവിടുത്തെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിച്ച് ദാഹമകറ്റാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുസാഫഹത്ത് ചെയ്യാനും ആ പുഞ്ചിരിക്കുന്ന മുഖമൊന്ന് കാണാനും അവിടത്തോടൊപ്പം ചേർന്നിരിക്കാനും സ്വർഗത്തിൽ ഒരു ചെറിയിടമെങ്കിലും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.